ബാക്ക് ടു തുമ്പീസ് ഫ്ലൈ. ആൻഡ് ഇത്തവണ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നിട്ടപ്പോഴും കരിമീൻ കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഹാങ് കൂടെ ഞങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത്തവണ വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വന്നെങ്കിൽ ഇന്നലെ മീൻകട ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ ചമ്മിപ്പോയി. പക്ഷേ ഞങ്ങളങ്ങനെ ചമ്മി തോക്കാൻ പറ്റത്തില്ല. കാരണം തുമ്പി ഫ്ലൈയുടെ ആരാധകരെല്ലാം ഞങ്ങൾക്ക് സാറ്റിസ്ഫൈ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സന്ധ്യ വീണ്ടും പോയിട്ട് ഞങ്ങൾ ഇത്തവണ വേറെ ഞെരിപ്പൻ സാധനമായിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങളൊക്കെ ഞെട്ടിപ്പോ ആ സാധനം പോളപ്പൻ സാധനം. വാവ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ തുമ്പി അതിൻ്റെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ നിങ്ങളത് നന്നായിട്ട് കാണിച്ചു തരും. എല്ലാവരും അത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഓക്കെ, മിക്കവാറും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. എന്നാലും അത് ആൾക്കാർക്ക് അത് കാണട്ടെ. അതൊരു അവധിയൊക്കെയാണല്ലോ അല്ലേ? ശരി, നമുക്ക് ഇനി ഫ്യൂ മൊമെന്റ്സ് ട്രൈ ചെയ്യണം. ലെറ്റ് us try together. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇത്തവണ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൊഞ്ച് ഫ്രൈ ആണ്. അത് വെറും കൊഞ്ചല്ല, ഇത് കുട്ടനാടൻ കൊഞ്ചാണ്. ഇവനെ അങ്ങനെ സാധാരണയായിട്ട് നമുക്കങ്ങനെ കിട്ടാറില്ല. ഇത്തവണ ഒരു ലക്കിയായിട്ട് കിട്ടിയതാണ്. അത് ഞങ്ങൾ കയ്യോടെ തന്നെ വാങ്ങി നേരെ കൊണ്ടുവന്ന് ഫ്രഷാക്കി കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ ചേർത്ത് തുമ്പിയാണ്. തീ കത്തിച്ചത് സരുവാണ്. വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു. പാനിലേക്ക് ഓരോന്നോരോന്നായിട്ട് മസാല തേച്ച ഞങ്ങളുടെ കൊഞ്ചിൻ കുട്ടപ്പന്മാരെ അങ്ങോട്ട് വെച്ചു. ഇങ്ങേപ്പുറം നല്ല മലബാർ കപ്പ ചെണ്ട വെട്ടി തിളങ്ങുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങേപ്പുറത്തെ സ്റ്റൗവിൽ സരു നല്ല ഗംഭീരമായിട്ട് നമ്മളുടെ കൊഞ്ച് കുട്ടപ്പന്മാരെ പെറുക്കി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. മസാലയിൽ നല്ല കിടുക്കാച്ചി വെളിച്ചെണ്ണയിൽ അവനങ്ങനെ വെട്ടി മൂത്ത് തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് ഞങ്ങൾ കപ്പയും കൂട്ടി ഒരു പിടിക്കും അല്ലേ തുമ്പി? ഞങ്ങളിന്ന് കപ്പ പ്ലസ് കൊഞ്ച് മീനാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. A few minutes later. അപ്പോൾ ഗൈസ്, നമ്മുടെ മീൻ അവിടെ വറുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി നമ്മുടെ മീനിന്റെ അവസ്ഥ നോക്കാം. അമ്മ, മീൻ എങ്ങനെയാ? ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം? നമ്മൾ എണ്ണ ഒഴിച്ചു. നമ്മുടെ ഇവിടെ വരുമ്പോൾ പാത്രം കുറവാണ്, അതുകൊണ്ടാണ്. അച്ഛൻ ഇങ്ങോട്ട് വരാമോ? അല്ല, പിന്നെന്താ, ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാനാ. വേണമെങ്കിൽ മതി. അങ്ങനെ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ചെറുതായിട്ട് കടുകിട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഒരൽപ്പം ഇഞ്ചി ഇട്ടു, പിന്നെ ഒരു 2 കീറ് പച്ചമുളകിട്ടു. എന്നിട്ട് സരി നന്നായിട്ട് നിന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെറുതായിട്ട് എന്ത് ചെയ്യണം, ഫ്ലെയിം ഇച്ചിരി കുറച്ചിട്ട് സവോള കീറി വെച്ചിരിക്കുന്ന സവോള തുമ്പി ഹെൽമെറ്റൊക്കെ വെച്ച് കണ്ണിക്കൂടെ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ചീനച്ചട്ടിക്കകത്തേക്ക് ഇട്ടു. അതിങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. സവോളയ്ക്ക് വേദന എടുക്കരുത്. ഇപ്പോൾ കണ്ടോ, അതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് കെട്ടി അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പിടേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ഉപ്പ് അങ്ങനെ അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ഇട്ട് വാവ് നോക്കിക്കുക, നല്ല സൂപ്പറായിട്ട് നമ്മൾ നേരത്തെ ചെറു ചൂടിൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കുഞ്ചുകുട്ടപ്പന്മാരെ അങ്ങോട്ടേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത്തിരി കറിവേപ്പിലയൊക്കെ ഇട്ട് ലെവനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വഴറ്റി ഈ ചേർപ്പിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത്, എന്നാൽ കുഞ്ചുകുട്ടപ്പന്മാർ ഉടഞ്ഞു പോകാതെ നല്ല ഗംഭീരമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് എൻ്റെ പൊന്ന സരു ആ തുമ്പിയുടെ വായിലോട്ടൊന്ന് വെച്ച് കൊടുത്ത്. തുമ്പിച്ച് വായിക്കകത്ത് വെള്ളം വന്നോ? പിന്നെ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് അല്ലടി, കൊഞ്ചും കൊഞ്ചും കണ്ടിട്ടുണ്ടാ. അപ്പം ട്രൈ ചെയ്യൂ അജീഷൻ. അജീഷനെ ട്രൈ ചെയ്തിട്ട് അമേസിങ്. തുമ്പി എങ്ങനെ ഇങ്ങനെയൊക്കെ
ഉണ്ടാക്കിയത്? സരുവല്ലേ ഉണ്ടാക്കി തന്നത്? അമ്മയാണ് നമുക്ക് ഉണ്ടാക്കി തന്നത്. അമ്മ ഇവിടെ കട്ടൻ കപ്പയും ചേമ്പും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതും മീനും കൂടെ കൂട്ടി ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോവാണ്. സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കണം, കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഇല്ലായിരുന്നു. അതിൻ്റെ കേട് ഞങ്ങൾ ഈ ഒരു മാസം തീർക്കും. ബാക്ക് ടു ബാക്ക് വീഡിയോസ് വരും. അത് ഫുഡ് മാത്രമല്ല, ഞങ്ങളുടെ പല തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് സാധനങ്ങൾ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അതുവരെ ബൈ.